പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു മോർണിംഗ് വ്ലോഗാണ് എടുക്കുന്നത്. രാവിലത്തെ കുറച്ച് കലാപരിപാടികളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പൊ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് നൂൽപുട്ടാണ് ഇന്ന് രാവിലത്തെ ഭക്ഷണം. അപ്പം നമുക്ക് നൂൽപുട്ട്, നൂലപ്പം അങ്ങനെയൊക്കെയല്ലേ പറയാ. ഇന്നത്തെ ഭക്ഷണം ഇതാണ്. എനിക്ക് ഈ ഒരു പാക്കറ്റ് വാങ്ങിച്ചത് ഇപ്പൊ 1 kg പാക്കറ്റാണ്. ഈസി പത്തിരി പൗഡർ. ഇതുകൊണ്ട് തന്നെയാണ് നൂൽപുട്ട് ഉണ്ടാക്കുന്നത്. അപ്പം ഈ ഒരു പാക്കറ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം ഒരു 4 തവണയൊക്കെ ആക്കാൻ ഉണ്ടാവും. കാരണം നമ്മൾ അത്രയല്ലേ ആൾക്കാരുള്ളൂ. ഇതിൽ എഴുതിയിട്ടുണ്ട് പച്ചവെള്ളം മതി, നോ ഹോട്ട് വാട്ടർ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പക്ഷെങ്കിൽ ഞാൻ ഇളം ചൂടുവെള്ളത്തിൽ തന്നെയാണ് കുഴച്ചെടുക്കാറുള്ളത്. അപ്പം മാവ് കുറച്ചുകൂടെ സോഫ്റ്റ് ആയിട്ട് കിട്ടും. അപ്പം നമ്മൾ വെള്ളത്തിൽ കുറച്ച് ഉപ്പിട്ടിട്ട് അതൊന്ന് ഇളം ചൂടാവാൻ വേണ്ടിയിട്ട് വെക്കും. പൊടിയിലേക്കല്ല ഉപ്പിടുന്നത്, വെള്ളത്തിലാണ് ഉപ്പിട്ടിട്ട് കുഴക്കുന്നത്. അപ്പം ആവശ്യത്തിനുള്ള ഉപ്പ് വെള്ളത്തിലിടാം. അതൊരിളം ചൂടാവട്ടെ. ഇതൊക്കെ നമുക്ക് സൈഡിലേക്ക് എടുത്ത് വെക്കാം. ഇപ്പൊ കുറച്ച് ദിവസമായി നമ്മള് മോർണിംഗ് വ്ലോഗ് എടുത്തിട്ട്. അപ്പം വിചാരിച്ചു വ്ലോഗ് എടുത്തേക്കാം. എന്തായാലും നൂൽപുട്ടൊക്കെ ആണല്ലോ, അപ്പം അതിൻ്റെയൊക്കെ ഒരു വ്ലോഗ് എടുക്കാന്ന് വിചാരിച്ചു. പിന്നെ എന്താ പറയാ, രാവിലത്തെ തിരക്കുകളൊക്കെ അല്ലേ. അപ്പം അമ്മ പൂവിടുന്നുണ്ട്. ഞങ്ങൾക്ക് ഓണം ഇല്ല. അച്ഛൻ മരിച്ചിട്ട് കുറച്ചേ ആയുള്ളൂ. അപ്പം ഇത്തവണത്തെ ഓണാഘോഷങ്ങളൊന്നും ഇല്ല. പക്ഷെ കുഞ്ഞു മക്കളൊക്കെ ആയതുകൊണ്ട് അവർക്ക് അതിൻ്റെ ഇതൊന്നും അറിയത്തില്ലല്ലോ. അപ്പം എൻ്റെ അച്ഛനും പൊതുവെ അങ്ങനെ ഒന്നും ഒരു കാര്യങ്ങളും മുടക്കുന്നതിനോട് വലിയ താല്പര്യം ഉള്ള ആളല്ല. അപ്പം കുഞ്ഞുമക്കൾക്ക് ചെറിയ രീതിയിൽ അവർക്ക് എന്താ പറയാ, ഒരു കുഞ്ഞു ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ട്. കുഞ്ഞുമക്കൾക്ക് എന്താ അങ്ങനെ ഒന്നും മുടക്കണ്ടെന്ന് വിചാരിച്ചു. അപ്പം അതുകൊണ്ട് തന്നെ പൂവും മുടക്കണ്ടെന്ന് വിചാരിച്ചു. പൂവ് മുടക്കി കഴിഞ്ഞാൽ പിന്നെ എന്താ പറയാ, ഒരു ഐശ്വര്യക്കേടല്ലേന്ന് വിചാരിച്ചിട്ട് പൂവ് അങ്ങനെ ആഘോഷമായിട്ടൊന്നും പൂവൊന്നും ഇടുന്നില്ല, വാങ്ങിച്ചിട്ട് ഇടുന്നൊന്നുമില്ല. കുറച്ച് ആ ഒരു മുടക്കണ്ടെന്നുള്ള രീതിയിൽ നമ്മൾ പൂവ് ഇടുന്നുണ്ട്. വെള്ളം ചൂടായിട്ടുണ്ട്, നമുക്ക് വേഗം കുഴച്ചെടുക്കാം. അപ്പം അങ്ങനെയാണ് ഇത്തവണത്തെ ഓണാഘോഷത്തെ. അതുകൊണ്ട് കാര്യമായിട്ടുള്ള ആഘോഷങ്ങളൊന്നുമില്ല, ചെറിയ രീതിയിലുള്ള മക്കളുള്ളത് കൊണ്ട് അവർക്ക് ചെറിയ രീതിയിലുള്ളൊരു ഇതൊന്നല്ലാതെ വേറെ ആഘോഷങ്ങളൊന്നുമില്ല. ഇച്ചിരി അധികം ചൂടായിപ്പോയി. ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഇച്ചിരി ചൂടായിപ്പോയി. ഒരു സ്പൂൺ എടുത്തിട്ട് വരട്ടെ. നമ്മളിത് വെള്ളം കുറച്ച് ഒഴിച്ചിട്ട് നമ്മളിത് കുഴച്ചെടുക്കും. അത് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴേ വെള്ളം പെട്ടെന്ന് പതച്ചു പോയി. ഇപ്പൊ കൈയിടാൻ പറ്റുന്നില്ല. നമ്മള് ഇഡ്ഡലി പാത്രത്തിലാണ് നമ്മള് അപ്പം മാറ്റിയെടുക്കുന്നത്. കഴുകിയെടുത്തതാണ് കേട്ടോ. അപ്പം ഇതെല്ലാം ഇവിടെ ഇരിക്കട്ടെ. ആദ്യം നമുക്ക് ഇതില് അല്പം വെള്ളം എടുത്തിട്ടുണ്ട്, അതൊന്ന് ചൂടാക്കാൻ വെക്കാം. തീ കുറച്ചിട്ട് വെക്കാം. അപ്പോഴേക്കും ഞാൻ ഇതിലൊക്കെ റൗണ്ടൊക്കെ ആക്കിയിട്ട് ഇടത്തുള്ളൂ. അപ്പം ഇനിയുള്ള പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ അച്ച്. ഇതിലേക്ക് നമ്മളിങ്ങനെ ഇട്ട് കൊടുക്കും. കുഴച്ച മാവിങ്ങനെ
ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അധികം ലൂസായി പോകരുത്. അപ്പം പിന്നെ നമ്മൾ ഇത് ആക്കുമ്പോഴേ അത്ര കറക്റ്റായിട്ട് കിട്ടത്തില്ല. അധികം ലൂസും ആവരുത്, അധികം ടൈറ്റും ആവരുത്. ആ ഒരു ഇതിൽ വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഇതിലിങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും ചെയ്യുന്നത് തന്നെയല്ലേ അല്ലേ? നിറച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ നിറച്ചിട്ട് കൊടുക്കുക. അതിനുശേഷം ഈ അച്ച് ഇവിടെ ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അത് കുറച്ച് അധികമായിപ്പോയി, കുറച്ച് ഇങ്ങോട്ടേക്ക് എടുക്കാം. ഓക്കെ. നമ്മൾ പണ്ടൊക്കെ ഇതാക്കാൻ എനിക്ക് ഭയങ്കര മടിയായിരുന്നു. കാരണം ഇത് കുറച്ച് മെനക്കെട്ട പരിപാടിയാണ്. ഇപ്പൊ കുഞ്ഞുങ്ങൾക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ്. അവർക്ക് ഇത് കൊടുക്കുമ്പോൾ ഭയങ്കര, ഇത് ഇങ്ങനെ നൂല് പോലെയല്ലേ ഉണ്ടാവുക. അപ്പൊ അത് അവർക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം. ഇത് ഞാനൊരു തുണി എടുത്തിട്ട് വരട്ടെ, എന്നെങ്കിൽ അത് ടൈറ്റ് ചെയ്ത് പിടിച്ചിട്ട് തിരിക്കാൻ പറ്റത്തുള്ളൂ. കൈ നനഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത് തിരിക്കാൻ വിഷമമായിരിക്കും. അപ്പൊ ഇടയ്ക്കൊന്ന് കൈ തോർത്തണം. അപ്പൊ ഇതൊന്ന് ഇവിടെ ഇരിക്കട്ടെ, അവിടെ ഇരിക്കട്ടെ. നമുക്ക് ആദ്യത്തേത് ചെയ്യാം. ഇവിടെ വെച്ചിട്ട് ചെയ്യാം, എന്നെങ്കിലല്ലേ നോക്കാം. തിരിക്കൽ ഭയങ്കര പ്രശ്നമാണ്. ഭയങ്കര എന്താ പറയുക, ഇങ്ങനെ എല്ലാ റൗണ്ടിലേക്കും നമ്മൾ ആക്കും. തിരിക്കേണ്ട ആ ഒരു പണി മാത്രമേ ഉള്ളൂ. കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. ഇതിന് കോമ്പിനേഷൻ കടലക്കറി നല്ല ടേസ്റ്റ് ഉണ്ടാവും. പക്ഷെ ഞാൻ ഇന്നലെ കടല പുതർത്തിയില്ല, അതുകൊണ്ട് കടലക്കറി ആക്കിയില്ല. അപ്പൊ നമ്മളിന്ന് ബാജിയാണ് ആക്കാൻ ഉദ്ദേശിക്കുന്നത്. ബാജിയും നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടാവും. അടുത്തത് വെച്ചിട്ട് നമുക്ക് അടുത്തത് ചെയ്യാം. ഇത് നല്ല ടൈറ്റ് ഉണ്ടേ ഇതിൻ്റെ അച്ച്. അപ്പം എനിക്ക് ഇച്ചിരി പ്രയാസമാണ് ഇത്. ഇതാണ് ഇതിൻ്റെ പ്രശ്നം. നമുക്ക് കൈ വേഗം കടച്ചിലെടുക്കും. എന്നാലും വല്ലപ്പോഴും ഒക്കെ നമുക്കൊരു മാറ്റം വേണ്ടേ, എപ്പോഴും ദോശയും ഒക്കെ. പക്ഷെ ഇവിടെ നൂൽപുട്ട് അധികവും ആക്കാറുണ്ട് കേട്ടോ. ഇത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പം ആദ്യം നിറയ്ക്കണം, എന്നെങ്കിലേ കിട്ടത്തുള്ളൂ. നമുക്ക് നിറയ്ക്കാം. ഇവിടെ നിൽക്കട്ടെ. ഇത് കുറച്ച് ഹൈറ്റ് ഉള്ളതാണെങ്കിൽ നമുക്ക് ഒത്തിരി ആക്കാം. ഇതിപ്പം അഴിച്ചെടുത്ത്, ഇതാണ് ഈ ഒരു മെനക്കെട് മാത്രമേ ഉള്ളൂ. ഇത് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് 2 റൗണ്ട് ആക്കിയാൽ മതി നമുക്ക്. ഇതിലും പിന്നെ ഈ ഒരു ഇതിലേക്കും കൂടി ആക്കും. അപ്പൊ നമുക്ക് കറക്റ്റ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ അധികമായിരിക്കും, ബാക്കിയായിരിക്കും. നമുക്ക് ഈവനിങ് ചായയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റും. ഞാനധികം കഴിക്കാറില്ല. അമ്മ ഉണ്ടെങ്കിൽ അമ്മ ചായൻ്റെ കൂടെ ചിലപ്പം കഴിക്കും. ചിലപ്പം വിശന്ന് കഴിഞ്ഞാൽ ഞാനും കഴിക്കും. അങ്ങനെ നമ്മളിത് ആദ്യം ഇതിലേക്ക് നിറയ്ക്കാൻ പോവാണ്. നമ്മളടുത്തത് ഞാനിങ്ങനെയാണ്, ഇങ്ങനെ ഒരേ റൗണ്ട് തിരിക്കാൻ കഴിയത്തില്ല. അപ്പൊ ഇങ്ങനെ പിടിച്ച് തിരിക്കും. അതവിടെ ഫില്ലായിട്ടുണ്ട്. ഒരു റൗണ്ടും കൂടി ഉണ്ട്.
ഇതിന് മേലെ വെക്കുമ്പോഴേ നമുക്കൊരു കാര്യം ചെയ്യാം. ഇത് ഇവിടെ ഇരിക്കട്ടെ. അതായിട്ടാകുമ്പോൾ നമുക്ക് വെച്ചെടുക്കാം. ഇത് ഇട്ട് കൊടുത്തിട്ട് വയ്ക്കും. അതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. അപ്പം അതും ആയിട്ടുണ്ട്. അപ്പം അത് നമുക്ക് ഇതിൻ്റെ മേലെ വെച്ച് കൊടുക്കാം. ഓക്കെ, അതായിട്ടുണ്ട്. അപ്പം നമുക്കതൊന്ന് നമുക്കതൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അത് അവിടെ നിന്ന് ആവുമ്പോഴേക്കും നമുക്ക് അടുത്ത് ഇത് ഫില്ല് ചെയ്ത് വെക്കാം. ഇത് കഴിഞ്ഞു കേട്ടോ. ഇനി ആദ്യം നമ്മൾ നിറയ്ക്കണം. നമുക്കിത് ഇവിടെ വെച്ചിട്ട് നമുക്കൊരു പാത്രം കൊണ്ട് മൂടി വയ്ക്കാം. അപ്പോഴത്തേക്ക് അതാവും. കയ്യോടെ തന്നെ നമ്മളിതൊക്കെ മാറ്റി കഴിഞ്ഞ പ്രശ്നമില്ല. ഇല്ലെങ്കിൽ ബാലൻസാണ്. നമ്മുടെ കടിയുടെ പരിപാടിയൊക്കെ ആയിട്ടുണ്ട്. നമ്മളിത് കയ്യോടെ തന്നെ ഇവിടുന്ന് കയ്യോടെ നമ്മൾ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ലാസ്റ്റോട്ട് ക്ലീനിങ് എന്നുള്ളത് അത്ര വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മൾ കയ്യോടെ അതൊക്കെ ക്ലീൻ ചെയ്തിട്ട് എടുക്കുകയാണ്. നമുക്ക് ബാജിയുടെ പരിപാടി നോക്കാം. ഒരു പച്ചമുളകേ എടുക്കുന്നുള്ളൂ. കുഞ്ഞുങ്ങൾക്ക് എരിവ് അധികം പറ്റത്തില്ല. അപ്പൊ പിന്നെ പച്ചമുളക് നമുക്കും അധികം എരിവൊന്നും വേണ്ട. അപ്പം ബാജിയുടെ പരിപാടി നമുക്ക് നോക്കാം. ബാജി ആകുമ്പോൾ പെട്ടെന്ന് തീരും പരിപാടി. ഉരുളക്കിഴങ്ങൊക്കെ ചെറിയ കുത്തൊക്കെ കാണുന്നുണ്ട്. രാവിലെ ആരും ജോലിക്കൊന്നും പോകാനില്ലാത്തത് കൊണ്ട് അങ്ങനെ രാവിലെ ഒന്നും എണീക്കാറൊന്നുമില്ല. പിന്നെ രാത്രി കുഞ്ഞുങ്ങൾ ഇടയ്ക്കിടയ്ക്ക് എഴുന്നേൽക്കുന്നുണ്ട്. നമ്മുടെ ഉറക്കമൊന്നും ശരിയാവൂല. അതുകൊണ്ട് രാവിലെ ആയിരിക്കും ചിലപ്പോൾ ഉറങ്ങി പോവുക. ഇവിടെ ആരും രാവിലെ പോകുന്നവരൊന്നുമില്ല. ഏട്ടൻ നാട്ടിലുള്ള സമയത്താണെങ്കിൽ ജോലിക്ക് പോകുമ്പോൾ രാവിലെ എണീക്കും. അല്ലാത്ത സമയത്തൊക്കെ ഇങ്ങനെ തന്നെ. ഇതൊന്ന് കഴുകിയെടുത്തിട്ട് വരാം. നമുക്ക് കുക്കറിലേക്ക് ഉള്ളി ആദ്യം അരിഞ്ഞിടാം.
പച്ചമുളക് ഇട്ട് കൊടുക്കാം. നമ്മുടെ ഉരുളക്കിഴങ്ങും കൂടി ഇട്ടിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നമ്മൾ വേവിച്ചെടുക്കും. ഞാൻ കുക്കറിൽ മഞ്ഞളിട്ടിട്ട് വേവിക്കാറില്ല, ജസ്റ്റ് ഉപ്പ് മാത്രം ഇട്ടിട്ട് വേവിക്കാറുള്ളൂ. എന്നിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റും. കാരണം ഈ ഒരു ചെറിയ കുക്കറിൽ ചിലപ്പോൾ നമ്മൾ ചോറ് വെക്കലുണ്ട്. അപ്പം മഞ്ഞൾ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു മഞ്ഞ കറ, നമ്മൾ സ്ഥിരമായിട്ട് മഞ്ഞൾ ഒഴിക്കുള്ളൂ. ഇതവണ ഇട്ട് കഴിഞ്ഞാൽ പ്രശ്നമില്ല. സ്ഥിരമായിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ കുക്കറിൽ ഒരു മഞ്ഞ പിടിക്കും. അപ്പൊ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആവിക്ക് വെക്കാം. ആവി വരുന്നുണ്ട്, ആയിട്ടുണ്ട്. കുറച്ചും കൂടെ ഒന്ന് ആവട്ടെ. അപ്പോഴേക്കും നമുക്ക് ഇത് പുറത്തേക്ക് മാറ്റിയിട്ട് ഇവിടെ വയ്ക്കാം. അപ്പോഴേക്കും നമുക്ക് തേങ്ങ ചിരവി വെക്കാം. കുറച്ച് തേങ്ങാപ്പാലും കൂടി ഒഴിക്കണം. തേങ്ങ ചിരവ, നമ്മുടെ ചിരവ ഇങ്ങനത്തെ ചിരവയാണ് കേട്ടോ. ഇതാകുമ്പോൾ ഇവിടെ വെച്ചിട്ട് നമുക്ക് ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ മാറ്റി വെക്കാം. അതാണ് അതിനെ കൊണ്ടുള്ള യൂസ് ചെയ്യുന്നത്. എടുക്കാം. ഒരു ട്രിപ്പ് ആയിട്ടുണ്ട് കേട്ടോ. എടുക്കാം. ചൂടുണ്ട്. നല്ല ചൂടുണ്ട്. അടുത്ത സെറ്റ് നമ്മൾ വെക്കാൻ പോവേന്ന്. ഇതും കൂടി ആയിക്കഴിഞ്ഞാൽ ഫിനിഷ്. അതവിടെ നിന്നാവട്ടെ. ഒരു കുഞ്ഞു മോർണിംഗ് വ്ലോഗ് ആക്കിയേക്കാന്ന് വിചാരിച്ചു. എന്തായാലും സ്പെഷ്യലായിട്ട് നൂലപ്പൊക്കെ ആക്കുന്നതല്ലേ, അപ്പം അങ്ങനെ വിചാരിച്ചിട്ടാക്കിയതാണ്. തേങ്ങ ഇത്രയേ വേണ്ടൂ. ഇത്ര കുറച്ച് തേങ്ങ മതി. അതിന്റെ പാലെടുത്തിട്ട് നമ്മളതിൽ എടുക്കും. ഇതൊക്കെ കഴുകിയെടുത്തതാണ് കേട്ടോ. എന്നാലും ജസ്റ്റ് ഒന്ന് അതിൽ വെള്ളം ഒഴിച്ചിട്ട് കഴുകുന്നത്. നമ്മുടെ ഒരു സാധാരണ വ്ലോഗാണ് കേട്ടോ. എന്താ ഞാൻ നോക്കുന്നേ, എന്തോ ആലോചിച്ചിട്ട് നോക്കിയതാ. ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അതൊന്ന് അടിക്കാം. അടിക്കുമ്പോൾ പെട്ടെന്ന് പാല് കിട്ടും. അപ്പൊ കിട്ടിയിട്ടുണ്ടാവും. നമ്മളിപ്പോ ഇതിന്റെ തേങ്ങയുടെ പാലെടുത്തിട്ട് അതിന്റെ പീരയില്ലേ, അത് കളയത്തൊന്നുമില്ല. നമ്മളിപ്പോ ഉച്ചത്തേക്ക് മീനിനെ അരക്കുന്നുണ്ടെങ്കിൽ ഇതിപ്പോ കുറച്ചല്ലേ ഉള്ളൂ, അതിന്റെ കൂട്ടത്തിലിട്ട് അരച്ചിട്ട് എടുക്കും. അങ്ങനെ കളയില്ല. തേങ്ങയില്ലേ, തേങ്ങ കിട്ടാൻ വിഷമാണ്. അതുകൊണ്ട് തേങ്ങ അങ്ങനെ കളയാറില്ല. പിന്നെ ഇത് കുറച്ച് പീരി ആയതുകൊണ്ട് അതിന്റെ കൂട്ടത്തിലിട്ടിട്ട് നമ്മൾ അരച്ചെടുത്ത് കഴിഞ്ഞാൽ അങ്ങനെ വ്യത്യാസമൊന്നും തിരിയത്തില്ല. ചെറാപ്പിലെടുത്ത് വെക്കട്ടെ. നമ്മുടെ പരിപാടികളൊക്കെ ആയിട്ടുണ്ട്. ഇതൊന്ന് തുടച്ചെടുക്കണം. അപ്പൊ ഇത് ഇവിടുന്ന് ആവുമ്പോഴേക്കും നമുക്ക് ചോറിന്റെ പരിപാടി നോക്കാം. നമ്മൾ രാവിലെ തന്നെ ചോറിന്റെ പരിപാടി നോക്കാറുണ്ട്. അപ്പം ഇത് എന്തായാലും ഇതൊക്കെ തന്നെ തണിയണം. അപ്പോഴേ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോഴേക്കും നമുക്ക് ചോറിന് അരിയിടാം. കുക്കറിന്റെ വിസിൽ വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക്
കുറച്ച് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്ക് വിസിൽ വരാൻ വയ്ക്കാം. ഒരു വിസിലടിച്ചിട്ട് നമുക്ക് എടുക്കാം. എന്നിട്ട് പിന്നെ അതിലേക്ക് ഒരു വിസിലടിച്ചിട്ട് നമുക്ക് എടുക്കാം. എന്നിട്ട് കുറച്ച് തിളക്കുന്ന വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒരു അരമണിക്കൂർ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചോറിന്റെ പാകത്തിന് കിട്ടും. റൈസ് കുക്കറിൽ വെക്കുന്ന പോലെ തന്നെ. റൈസ് കുക്കറിലാകുമ്പോൾ അതിൽ വെച്ചിട്ട് അടച്ചു വെക്കുന്നു, അതുപോലെ തന്നെ ഇതും മൂടിയിട്ട് വെക്കുന്നു. ഇത്രേ വ്യത്യാസമുള്ളൂ. അപ്പം ഇങ്ങനെ ആരെങ്കിലും ചെയ്യാറുണ്ടോ? ഞാനിങ്ങനെ ഒരിക്കൽ പരീക്ഷിച്ച് നോക്കിയതാണ്. അപ്പം കറക്റ്റായി. ഓക്കെ, വേറെ പാത്രത്തിലേക്ക് മാറ്റാം. അതൊന്ന് നമ്മൾ സ്പൂൺ വെച്ചിട്ട് ഉടച്ചു കൊടുക്കുക. അധികം ഉടയരുത്, ചെറിയ രീതിക്കൊന്ന് ഉടച്ചു കൊടുക്കുക. ഇനിയാണ് നമ്മൾ മഞ്ഞളൊക്കെ ഇട്ട് കൊടുക്കാൻ പോകുന്നത്. നമ്മുടെ ഒരു സെറ്റ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇറക്കി വെക്കാം. ഈ പാത്രം നമുക്ക് ഇറക്കി വെക്കാം. ചോറിന്റെ മണം എന്ത് പറ്റി? എന്ത് പറ്റി? ഓ, എന്ത് പറ്റി? എന്താണ്? കറിയായോ? അപ്പ വേണോ? ഇപ്പൊ തരുവേ. അമ്മ തണിയാൻ വെച്ചിട്ടുണ്ട്. അപ്പ തരുവേ. പാവ എടുത്തു. പാവ ഇതാരെ വന്നേ? പിന്നെ പാവ എടുത്തു. പാവ പ്ലേറ്റ് എടുക്കല്ലേ, തട്ടിപ്പൂ. ബാ, ഇങ്ങി വാ, അച്ഛമ്മയുടെ അടുത്ത് ആക്കി തരാലോ. വേം ബാ. ബോൾ എടുത്ത് കളിച്ചാ ഇത് കണ്ടോ? നോക്കിയാ അത് എടുത്തു. ആ ബോളിങ് എടുത്തിട്ട് വാ. ബോൾ എടുത്തിട്ട് വാ. മിന്നിന്റെ ബോൾ എടുത്തു. മിന്നിന്റെ ബോൾ എവിടെ? ബോൾ ഇതാ പൊന്നിന് വേണ്ടേ? എടുത്തിട്ട് കളിച്ചേ. അമ്മ എപ്പത്തേക്ക് വേഗം തരുവേ. ഇതാ ബോൾ, ഇതാ. വേഗം. ഇനി നമുക്കിതിലേക്ക് തേങ്ങയുടെ പാല് ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അധികം നമ്മള് പടക്കാൻ വെക്കരുത്. ഒരു കുറച്ച് സമയം ആയപാട് നമ്മൾ ഇങ്ങോട്ട് എടുക്കണം, അല്ലെങ്കിൽ തേങ്ങാപ്പാലും കൂടി ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ തന്നെ അടച്ചു വെക്കാം. ഇത് അല്ലെങ്കിൽ വറവിലേക്കൊക്കെ ഇടാം. നമുക്ക് വറക്കുന്നുണ്ടെങ്കിൽ അതിലേക്ക് കുറച്ചിട്ട് കൊടുക്കാം. അങ്ങനെയൊക്കെ ചെയ്യാം. നമുക്കത് വെറുതെ കളയേണ്ട കാര്യമില്ല. ഇതേടെ വന്നേ. ഓഹോ, ഇനി നമുക്ക് ഇതിനായിട്ടാണ് കറക്റ്റ് ആയിട്ടുണ്ട്. കറി ആയിട്ടുണ്ട്. കറിവേപ്പില ഇല്ല, അതുകൊണ്ട് കറിവേപ്പില ഇട്ടിട്ടില്ല. കടുക് പൊട്ടിച്ചിട്ട് ഇടാം. കടുകിലൂടെ വറ്റൽമുളകൊക്കെ ഇട്ട് പൊട്ടിച്ചാൽ നല്ലതാണ്. പക്ഷെങ്കിൽ കാണാനൊരു ഭംഗിയുണ്ടാവും. പക്ഷെ അത് ഇവിടെ കഴിഞ്ഞു പോയി. ഇപ്പൊ ഉള്ളത് വെച്ചിട്ട് നമുക്ക് ഓണം പോലെ
എന്ന് പറയുന്നില്ല, അതുപോലെ ഉള്ളത് കൊണ്ട് കടുക് പൊട്ടുമ്പോ എപ്പം തെറിച്ചു. ഓക്കെ, അപ്പൊ ആ പരിപാടി കഴിഞ്ഞു. ഇത് നമുക്ക് ഇവിടെ വെക്കാം. ആവശ്യമില്ലാത്ത പാത്രങ്ങളൊക്കെ നമുക്ക് മാറ്റി വെക്കാം. ഇത് നമുക്ക് അടച്ചു വെക്കാം. അപ്പോഴേക്കും നമുക്ക് ഈ നൂൽപുട്ടൊക്കെ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. കൈ കൊണ്ട് തന്നെ ഇങ്ങനെ എടുക്കാം കേട്ടോ. നല്ല അടിപൊളിയിൽ കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, നമ്മളെ നല്ല നൂൽപുട്ട് നല്ല അടിപൊളിയിൽ കിട്ടിയിട്ടുണ്ട്. ഭയങ്കര ഇഷ്ടമാണിത്. ഇഡ്ഡലി പാത്രത്തിലാവുമ്പോൾ നമ്മൾ ഇങ്ങനെ ഉണ്ടാകുക. ചെറിയ ചെറിയ ഇതൊക്കെ എടുത്തിട്ട് നടുക്കൊന്ന് വെടിയിപ്പിച്ച് കൊടുക്കുക. നല്ല അടിപൊളിയിൽ കിട്ടും. കണ്ടില്ലേ, നല്ല കാണുന്നില്ലേ, നല്ല അടിപൊളിയിൽ കിട്ടിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഭക്ഷണം, നൂലപ്പം. ഇഡ്ഡലിത്തട്ടിലാക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടാകുക നൂലപ്പം. അല്ലാതെ നമുക്ക് ചെറിയ പ്ലേറ്റിലൊക്കെ ആക്കിയെടുക്കാൻ പറ്റും. ഇനിയുള്ള കലാപരിപാടി എന്ന് പറയുന്നത് പാത്രങ്ങളാണ്. പാത്രങ്ങൾ കഴുകണം. അപ്പം ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഈ പാത്രങ്ങളൊക്കെ ഒന്ന് പൊതിരാൻ വെക്കണം. അപ്പം അത് ഇനിയിപ്പം നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ടേ ചെയ്യത്തുള്ളൂ. ചായയൊക്കെ കുടിച്ച് കുഞ്ഞുങ്ങൾക്ക് കൊടുത്തു കഴിഞ്ഞ ശേഷം മാത്രമേ ഈ ബാക്കി പരിപാടി. ഇപ്പം നമ്മുടെ ഇന്നത്തെ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോസ് ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ് ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ